ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് റിലീസായ ഹോ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ഒരു മൂവിയാണ്. ഇതിന്റെ വൺ ലൈൻ എന്താണെന്ന് നോക്കിയാൽ, ഹണിമൂണിന് പോകുന്ന കപ്പിൾസ് പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ ഒരു പെണ്ണ് മാത്രമാണ് തിരിച്ചു വരുന്നത്. അവളുടെ ഭർത്താവ് മരിച്ചു പോവാണ്. അതിനുശേഷം അവൾക്ക് മെന്റലി കുറച്ച് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? അന്നത്തെ ആ ഒരു ദിവസം ആ ഒരു ഭർത്താവ് ആ ഒരു പെണ്ണിന്റെ മുന്നത്തെ കാമുകനെയും അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു കുഴപ്പം എന്താണ്, ശരിക്കും അവിടെ എന്താണ് നടന്നതെന്നെല്ലാം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എടുത്തേക്കണ ഒരു പടമാണ്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഗൗരിയെയാണ് കാണിക്കുന്നത്. അവൾ ഒരു കടലോരത്ത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവളുടെ കയ്യിലായിട്ട് ഒരു ഗോൾഫ് ബോൾ ഉണ്ടായിരുന്നു. അത് തിരിച്ചു മറിച്ചു നോക്കി ഒരു കുറ്റബോധത്തിലാണ് അവൾ ഇരിക്കുന്നത്. പെട്ടെന്ന് അവൾ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആക്ച്വലി അവൾ ഇതെല്ലാം സ്വപ്നം കണ്ടതായിരുന്നു. ആ ഒരു സമയത്താണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. ആരാണ് വന്നതെന്ന് അവള് പോയി നോക്കുന്നുണ്ട്. അത് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു, അവിടുത്തെ വേലക്കാരി. ഗൗരി ആ സമയം ആ വേലക്കാരിയോട് ഞാൻ റൂമിൽ പോയി വാതിലടച്ചതിന് ശേഷം മാത്രം നീ അകത്തേക്ക് വന്നാ മതി എന്ന് പറയാണ്. എന്നിട്ട് അവള് വേഗം തന്നെ റൂമിലേക്ക് പോയി ഡോർ അടച്ച് കുറ്റിയിട്ടതിന് ശേഷം വേലക്കാരിയോട് അകത്തേക്ക് കയറിക്കോളാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് വേലക്കാരിയും വാതില് തുറന്ന് അകത്തേക്ക് കയറി വന്നത്. ഇതിപ്പോ സാധാരണ പോലെ ഡോർ തുറന്നു വന്നാ പോരെ, എന്തിനാ ഇങ്ങനെ പാട് കഴിച്ചെന്നും അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. വേലക്കാരി ഇപ്പോ ഇഡ്ലിക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിനോട് ആ ഗ്യാസ് ഒന്ന് വന്ന് ഓഫ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവൾ ആ ഒരു ഗ്യാസ് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ വേലക്കാരിയുടെ അടുത്തുനിന്ന് ഒരു 50 അടിയെങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് അവള് വർത്താനം പറയുന്നത്. ഇത് കണ്ട വേലക്കാരിയും എന്തിനാണ് എന്റെ അടുത്തുനിന്ന് ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്, എന്താണ് പറ്റിയെന്നെല്ലാം ഗൗരിയോട് ചോദിക്കുന്നുണ്ട്. ഗൗരി ആ സമയത്ത് അവൾക്കൊരു ഡിസോർഡർ ഉണ്ടെന്നും ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഗൗരിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഒരാളെ ഈ ഒരു സാധനം വെച്ച് അവൾ ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ അടുത്തുള്ളവർക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇവൾക്ക് ഈ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അയാൾ ഉപദ്രവിക്കുന്നത് പോലെ മനസ്സിൽ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യായിരുന്നു. ഹീറോയിൻ അതുകൊണ്ട് തന്നെ ഒരു സാധനത്തിനോട് തൊടുന്നു പോലും ഇല്ല. വേലക്കാരി ജോലിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹീറോയിന്റെ അമ്മ വിളിക്കാണ്. ആ വേലക്കാരി വന്നു, അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞോന്ന് അമ്മ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്നല്ല അവളോട് പറയുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നോർമലാണ്, എനിക്ക് ഒരു ഡോക്ടറെയും കാണണ്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഹീറോയിൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവിടെ അടുത്തുള്ള ഒരു സ്ട്രീറ്റില് കുറെ കുട്ടികൾ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ ബോൾ അറിയാതെ ഗൗരിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ കുട്ടികൾ ആ ഗൗരിയോട് ആ ബോൾ എടുത്തതാന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കാന്ന് വെച്ചാൽ ഈ ബോൾ തൊടാൻ തന്നെ പേടിയാണ്. അവൾ ആ ഒരു ബോളിന്റെ അടുത്തേക്ക് പോലും പോകുന്നില്ല. ആ കുട്ടികൾ ഒരുപാട് ചോദിച്ചോണ്ട് തന്നെ അവളും അത് കൈകൊണ്ട് തൊടാതെ ഒരു മുറ എടുത്ത് ആ ഒരു ബോൾ എടുത്തുകൊണ്ട് പോയി എറിഞ്ഞു പോലും കൊടുക്കാതെ അത് ഉരുട്ടി ആ കുട്ടികൾക്ക് കൊടുക്കാണ്. ഇങ്ങനെ ഇവള് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ബോളും ഇവളും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. മൂവിയുടെ തുടക്കം തന്നെ ഇവളൊരു ബോൾ പിടിച്ചിരിക്കുന്നതാണല്ലോ കാണിച്ചത്. ഇവളുടെ ജീവിതത്തിൽ എന്തോ മാറ്റി ഈ ഒരു ബോള് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൗരിയുടെ അമ്മ ഇപ്പൊ അവൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. രാജിനി നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇപ്പൊ ആരോ കോണിമ്പെല്ലാം അടിക്കുന്നുണ്ട്. അത് രാജിനി ചേച്ചിയായിരുന്നു. രാജിനി മീൻസ് അത് ഗൗരിയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ്. അവള് വേണ്ടാവർക്കനെയാണ് പോയി ഡോറ് തുറക്കുന്നത്. രാജിനി ചേച്ചിയോട് ഇപ്പോ 10 അടി ദൂരെ ഇട്ടിട്ടാണ് അവള് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആ ചേച്ചിയും ഗൗരിയോട് നിനക്ക് എന്താണ് പറ്റിയത്, 3-4 മാസമായിട്ട് ഇതുപോലെ ആരോടും മിണ്ടാതെ ഇങ്ങനെ റൂമില് ഇരിക്കുന്നത് എന്തിനാണ്, ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഹെൽത്തിനെ ബാധിക്കും എന്നെല്ലാം പറയും. പക്ഷെ ഇതിനൊന്നും ഒരു മറുപടി പറയാതെ ഗൗരി രാജിനിയോട് നീ ഇവിടെ ഇരിക്കണ്ട, ഇവിടുന്ന് പോകാൻ മാത്രമാണ് പറയുന്നത്. പെട്ടെന്ന് അവിടെ ഒരു ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടതും ഗൗരി അവിടെ തന്നെ കുഴഞ്ഞു വീഴാണ്. രാജിയാണ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഗൗരി വീണ്ടും നോർമൽ ആകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും രാജിനി ഗൗരിയെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, 3 മാസങ്ങൾക്ക് മുന്നേ നീയും നിന്റെ ഹസ്ബൻഡും ആയിട്ടുള്ള അർജുനും കുറിഞ്ചിമലയ്ക്ക് പോയി വന്നതിന് ശേഷമാണ് നീ ഇങ്ങനെ മാറിയത്, എന്താണ് പറ്റിയത്, നിന്റെ ഭർത്താവ് അർജുൻ എങ്ങനെയാണ് മരിച്ചത്, അവർക്ക് ശരിക്കും ആക്സിഡന്റ് തന്നെ ആയിരുന്നു, ദയവേത് എന്നോട് എല്ലാം തുറന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മാത്രമേ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവള് പറയുന്നത്. ഇപ്പൊ ഒരുപാട് ചേച്ചി ചോദിച്ചോണ്ട് തന്നെ ഗൗരിയും അവളുടെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് പറയാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹസ്ബൻഡ് അർജുൻ ആക്സിഡന്റിൽ മരിച്ചെന്ന് മാത്രമല്ല അറിയുള്ളൂ, പക്ഷെ അവൻ ആക്സിഡന്റിലല്ല മരിച്ചത്, എന്റെ ഭർത്താവിനെ ഞാൻ തന്നെയാണ് കൊന്നു കളഞ്ഞത് എന്ന് പറയാണ്. അത് കേട്ട് രാജിനി ആകെ ഷോക്കായി നിൽക്കാണ്. ഇപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കാണിക്കുന്നത്. അർജുനും ഗൗരിയും കൂടി കുറിഞ്ചിമലയിലുള്ള അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അവര് അങ്ങനെ ലോങ് ട്രിപ്സ് ഒന്നും പോയിട്ടില്ല, ടൂറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു കുറിഞ്ചിമലയില്
ഗസ്റ്റ് ഹൗസിലേക്ക് പോകാമെന്ന് അവർ തീരുമാനം എടുത്തത്. അർജുന്റെ സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല അവൻ ഭയങ്കര ഇമോഷണൽ ആണ്. വേഗം ദേഷ്യം വരും, കരച്ചിൽ വരും, വേഗം സന്തോഷാവും, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇപ്പൊ അവൻ ജോലി ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുകയാണ്. അവന്റെ മനസ്സിൽ ചെറുതായിട്ടൊരു ഈഗോ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് ഗൗരിയുടെ വീട്ടുകാര് അവർക്ക് എത്ര വേണമെങ്കിലും സ്ത്രീധനം കൊടുക്കും, എത്ര വേണമെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവനക്ക് അങ്ങനെ ആ ഒരു സഹായം വാങ്ങാനുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. അവനക്ക് സ്വന്തമായി ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് പോയി സമ്പാദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി സമ്പാദിക്കണം. ഗൗരിയുടെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങാനൊന്നും അവനക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതും പറഞ്ഞ് ഗൗരിയും അർജുനും ഇടക്കിടയെ വഴക്കിടുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ഗസ്റ്റ് ഹൗസിൽ എത്തുന്നുണ്ട്. അവിടെ ഇവരെ സഹായിക്കാനായിട്ട് സഹായം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇവരില്ലാത്ത സമയത്ത് ഗസ്റ്റ് ഹൗസ് ഒക്കെ നോക്കി നടത്തുന്നത് ആ ഒരാളാണ്. ഇപ്പൊ ഇവര് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ സഹായം തന്നെയാണ് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സഹായം ഇതുവരെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, കുട്ടികളും ഉണ്ടായിരുന്നില്ല. അവർക്ക് ബട്ടർഫ്ലൈസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തന്റെ മക്കളാണ് ബട്ടർഫ്ലൈസ് എന്നുള്ള രീതിയിലാണ് അവൻ അതിനെയൊക്കെ കെയർ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ അവനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ പടത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു സഹായം. ഗസ്റ്റ് ഹൗസിൽ റേഞ്ച് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ടവറുള്ള ഒരു ഏരിയയിൽ ചെന്നിട്ട് അർജുനാണെന്ന് വെച്ചാൽ അവനക്ക് കുറെ ഇന്റർവ്യൂസിന്റെ കോൾസ് വന്നിട്ടുണ്ടാവും പറഞ്ഞ് അത് നോക്കാനായിട്ട് പോകുന്നുണ്ട്. അവൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അവൻ ആ ഒരു കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവൻ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് വർഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജോലി കിട്ടാനായിട്ട്. ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിനു ശേഷം അവൻ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു. എന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഭയങ്കര സന്തോഷത്തോടുകൂടി എന്തായാലും ഇപ്രാവശ്യം എനിക്ക് ജോലി കിട്ടുന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ടും ഗൗരിക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അർജുൻ ഇതിനു മുന്നും ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഇപ്പൊ ജോലി കിട്ടുന്നു പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൗരിക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഇല്ലാത്തത്. അർജുൻ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. തന്റെ സന്തോഷത്തില് ഭാര്യ പങ്കുചേരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവനക്ക്. ആ ഒരു ദേഷ്യത്തില് അവൻ കഥകില് തട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോൾഫ് ബോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ബോൾ ആണെന്ന് വെച്ചാല് 10 സെക്കൻഡ് ഓരോ സ്ഥലത്തും പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ബോൾ കൊണ്ട് തന്നെ ഒരു വലിയ സംഭവം ആ ഒരു വീട്ടിൽ നടക്കാനായിട്ട് പോകുന്നുണ്ടെന്ന്. അർജുനും ആ ഒരു ബോൾ എടുത്ത് പോക്കറ്റിൽ ഇട്ടതിന് ശേഷം അടുത്ത ഇന്റർവ്യൂ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ആ ഒരു റേഞ്ച് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ കല്യാണത്തിന് ശേഷം ഗൗരി സന്തോഷത്തിലാണോ ഉള്ളതെന്ന് വെച്ചാല് പെർഫെക്റ്റ് ആയിട്ട് അവള് സന്തോഷത്തിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അർജുന്റെ സ്വഭാവമായിട്ട് ഗൗരിക്ക് ഒത്തുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവര് രണ്ടുപേരും തീരെ സെറ്റ് ആവാത്ത പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അത് മാത്രല്ല ഗൗരി അർജുനോട് പറയാത്ത ഒരു വലിയ രഹസ്യം അവളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് അവൾക്ക് എങ്ങനെയെങ്കിലും അർജുനോട് തുറന്നു പറയണമായിരുന്നു. ഗൗരി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു രഹസ്യം എന്താന്ന് വെച്ചാല് അവൾക്ക് കല്യാണത്തിന് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവൾ അർജുനെ കല്യാണം കഴിച്ചത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അർജുനോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വട്ടം അവൾ അത് പറയാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ പറയണമെന്ന് കരുതിയിട്ട് അവൾക്ക് അത് വായോണ്ട് പറയാനുള്ള മടിയോണ്ട് തന്നെ ഒരു പേപ്പറിൽ അത് എഴുതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരുപാട് പേപ്പേഴ്സ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പേപ്പേഴ്സ് ഒന്നും കണ്ടിട്ടുന്നില്ല. ആ ഒരു സമയത്ത് സഹായത്തിനോട് എന്തെങ്കിലും ഒരു പേപ്പർ പീസ് തരാനായിട്ട് പറയുമ്പോൾ ഗൗരിയുടെ ബുക്ക് തന്നെയാണ് അവൻ എടുത്തു കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു ബുക്ക് കൈ കിട്ടിയതും ഗൗരിക്ക് പഴയ മെമ്മറീസ് ഒക്കെ വരാനായിട്ട് തുടങ്ങാണ്. എന്താന്ന് വെച്ചാൽ ആ ഒരു ബുക്ക് അവളുടെ ആദ്യത്തെ ആ ഒരു ബോയ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അതിൽ അവസാനമായിട്ട് ഒരു ബ്ലാങ്ക് പേജ് ഉണ്ട്. അതിൽ അവൾ അർജുനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അർജുന് ഒരു ഷോർട്ട് ടെമ്പർ ആയിരുന്നു. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും അവൻ വലിയ പ്രശ്നമാക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് അവൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്ന് ആർക്കും തന്നെ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് തന്നെ ഗൗരിക്ക് അർജുനും ഞാനും ഒരിക്കലും സെറ്റ് ആവില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പെട്ടെന്ന് അർജുൻ കാർ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഗൗരി വിചാരിക്കുന്നത് സിഗരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവൻ പുറത്തു പോയതെന്നാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോ അവന്റെ കൂടെ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ പേര് സൂര്യ എന്നായിരുന്നു. ഇവനാണ് ഈ മൂവിയിലെ മെയിൻ ആയിട്ടുള്ള വില്ലൻ. സൂര്യയുടെ ബൈക്ക് റിപ്പയർ ആയേക്കാണ് മെക്കാനിക്കിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് അർജുനെ കണ്ടത്. അപ്പൊ അർജുന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. ആക്ച്വലി അർജുനും സൂര്യൻ ഗൗരിയും ഒരേ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. സൂര്യ അർജുനും ഒരു ക്ലാസ്സിലായിരുന്നു. ഗൗരി അവരുടെ ജൂനിയർ ആയിരുന്നു. സൂര്യ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഗൗരി അർജുനും തമ്മിൽ കല്യാണം കഴിച്ച വിവരം തന്നെ അറിയുന്നത്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഗൗരിക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ബോയ് ഫ്രണ്ട് സൂര്യ തന്നെയായിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നുള്ള കാര്യം അർജുൻ അറിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഗൗരി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുന്നേ തന്നെ സൂര്യ ഗസ്റ്റ് ഹൗസിലേക്ക് വരാണ്. സൂര്യയെ കണ്ട ഗൗരി ആകെ ഷോക്കായി അവിടെ നിൽക്കാണ്. അവള് എഴുതി വെച്ച ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് ഇപ്പൊ സൂര്യയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അവൻ ആ ഒരു ലാസ്റ്റ് പേജിൽ നോക്കുമ്പോ അവൾ എഴുതി വെച്ചതും കാണുന്നുണ്ട്. അവൻ ആരും അറിയാതെ ആ ഒരു പേപ്പർ കീറി അവന്റെ പോക്കറ്റിലായിട്ട് വെക്കാണ്. ഈ ഒരു വിഷയം ഒന്നും അറിയാത്ത അർജുനാന്ന് വെച്ചാൽ സൂര്യയോട് ഒരു ദിവസം ഇവിടെ താമസിച്ചോളാനായിട്ട് പറയാണ്. ആക്ച്വലി അർജുൻ അങ്ങനെ പറയാനായിട്ട് വേറൊരു റീസൺ കൂടി ഉണ്ടായിരുന്നു. ഈ സൂര്യ കാണുന്ന സമയത്ത് അവൻ ഫോണിലൂടെ വേറെ ഏതോ ഒരു ബിസിനസ് മാനോട്
സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൂര്യ വഴി അർജുന് വല്ല ജോലി കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അർജുൻ ഇപ്പൊ സൂര്യൻ അവന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കാം എന്ന് കരുതുന്നത്. എന്നാൽ ഗൗരി അർജുനോട് പറയുന്നുണ്ട്, നിന്റെ ഫ്രണ്ട് ഒക്കെയാണ് ശരി, പക്ഷെ നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്യാൻ വന്ന ഈ ഒരു സ്ഥലത്ത് എന്തിനാണ് നിന്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്? നിന്റെ ഫ്രണ്ട് ഇവിടെ വന്നു, പക്ഷെ ഇവിടെ നിന്ന് പോകണം, അല്ലാതെ ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് പറയാണ്. പക്ഷെ അർജുൻ അതൊന്നും സമ്മതിക്കാതെ എന്തായാലും അവൻ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല, അവന് വണ്ടി റിപ്പയർ ആയേക്കല്ലേ, അതൊന്ന് ശരിയാവട്ടെ, നാളെ അവൻ പൊക്കോളും എന്ന് പറയാണ്. ഗൗരിയൊപ്പം ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ച് തലക്ക് കയ്യും വെച്ചിരിക്കുകയാണ്. പിന്നീട് അവര് ഡിന്നറൊക്കെ കഴിച്ച് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. പക്ഷെ ഗൗരിക്ക് മാത്രം ഉള്ളിൽ ഒരു ചെറിയ കുറ്റബോധം ഉണ്ട്. കാരണം പഴയ കാമുകന്റെ കൂടെ സ്വന്തം ഭർത്താവിന്റെ കൂടെ ഇരിക്കല്ലേ, ആ ഒരു കുറ്റബോധം. പിന്നെ ആ ഒരു ബുക്ക് അവൻ തന്നെയാണ് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ പേപ്പർ കയറി അവൻ ഇപ്പൊ പോക്കറ്റിൽ വെച്ചേക്കാണ്. ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ സൂര്യ താങ്ക്സ് ഫോർ ദാറ്റ് ഡേ എന്ന് എഴുതി അവന്റെ ആ ഒരു ടാറ്റു സൈൻ എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് ഗൗരിക്ക് മനസ്സിലാവുന്നത് അർജുനും സൂര്യയും തമ്മില് പഠനശേഷം പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സൂര്യ ആക്സിഡന്റലി ആണ് ഇപ്പൊ അർജുനെ മീറ്റ് ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. സൂര്യ ഗൗരിയോട് നീ ഇവനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സൂര്യയോട് ഇത്ര നാൾ അവൻ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ ഇത്ര നാളും മഹാരാഷ്ട്രയില് പെട്ടുകിടക്കായിരുന്നു കോവിഡ് ഒക്കെ ആയപ്പോ. പിന്നീട് അവിടെ ഉള്ള ഒരാളുടെ ഹെൽപ്പോടുകൂടി അവൻ ഭയങ്കര കോടീശ്വരനായി തീർന്നേക്കാണ്. ഗൗരി ഇത് കേട്ടിട്ട് നീ ഭയങ്കര ലക്കി ആണെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അർജുനാണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് സൂര്യയോട് അവന്റെ ആവശ്യം പറയാണ്. അതായത് സൂര്യയുടെ കയ്യിൽ ഇപ്പൊ ഒരുപാട് പൈസ ഉണ്ടല്ലോ, ആ ഒരു പൈസ അർജുന് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് തരാന്നെല്ലാം. പക്ഷെ സൂര്യക്ക് ഇതിലൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ ആ ഒരു പൈസ എല്ലാം വേറെ എന്തിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്നെല്ലാം പറയാണ്. ഇത് കേട്ട അർജുനും ഭയങ്കര ടെൻഷനായി ഭയങ്കര വിഷമത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ സൂര്യ ഗൗരിയോട് ചെന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഗൗരി അവനോട് ആ ഒരു പേപ്പർ പീസ് തിരിച്ചു തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വെറുതെ കയറി നീ ഇടപെടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സൂര്യ ആ ഒരു പേപ്പർ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തോ ഒരു വലിയ ഗെയിം കളിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ട്. ഷോകായിട്ട് പുറത്തേക്ക് പോയ അർജുൻ ഇപ്പോ സഹായത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹായത്തിന് ബട്ടർഫ്ലൈ എന്ന് വെച്ചാല് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അവന്റെ കയ്യില് പുതുതായിട്ട് ജനിച്ച ഒരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. അതൊരു ഗ്ലാസ് ബോട്ടിലാണ് അവൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ബട്ടർഫ്ലൈയെ കുറിച്ചെല്ലാം സഹായം അർജുനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജീവൻ എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും പോകാം, അത് ആർക്കും അവകാശപ്പെട്ടതല്ല. ഈ ബട്ടർഫ്ലൈ ഒക്കെ 15 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിലുള്ള ബട്ടർഫ്ലൈനെ 2 ദിവസത്തിനുള്ളിൽ അവൻ പുറത്തെല്ലാം വിടും എന്നൊക്കെ പറയുന്നുണ്ട്. അർജുൻ അപ്പോ അതല്ല ഈ 15 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ബട്ടർഫ്ലൈ മരിച്ചു പോകുമ്പോ നിങ്ങൾക്ക് സങ്കടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സഹായം ഈ 15 ദിവസവും ഈ ബട്ടർഫ്ലൈ നമുക്ക് തരുന്ന ഓർമ്മകളില്ലേ അതിൽ ഞാൻ ജീവിക്കുമെന്ന് പറയാണ്. അങ്ങനെ അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അർജുൻ തിരിഞ്ഞ് സൂര്യ ഇപ്പൊ ഗൗരിയോട് നീ അർജുനായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷമായിട്ടല്ല ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നല്ല അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി സൂര്യ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗൗരി പറയുന്നത് എനിക്ക് അതിലൊന്നും ഒട്ടും താല്പര്യമില്ല, നീ ആ ഒരു പേപ്പർ മാത്രം എനിക്ക് തിരിച്ചു തന്നാ മതി, ഞാനും അർജുനും ഇനി പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് പോവാണ്. ഈ സമയത്താണ് കറക്റ്റ് ആയിട്ട് അർജുൻ അവിടേക്ക് വരുന്നത്. അർജുൻ ഇപ്പോ ഗൗരിയോട് സൂര്യയെ പറ്റിയുള്ള ഒരു വലിയ രഹസ്യം പറയാണ്. അതൊരു തമാശ രൂപത്തിൽ. സൂര്യ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് കാവ്യ എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അതായത് ഗൗരിയെ സ്നേഹിക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ. ആ കഥകളെല്ലാം മുഴുവനായിട്ട് അർജുൻ ഗൗരിയോട് പറയുന്നുണ്ട്. പക്ഷെ ഗൗരിക്കാണെങ്കിലോ ഇത് കേട്ട് വല്ലാതെ പ്രഷർ കയറാണ്. കാരണം സൂര്യ അവളോട് പറഞ്ഞിരുന്നത് അവളെയാണ് അവൻ ഫസ്റ്റ് സ്നേഹിച്ചതെന്നാണ്. ഇതിന് മുന്നേ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നില്ല എന്നാണ്. അവൻ എത്രയും വലിയ ചതിയനാണ്, എത്രയും ചീപ്പാണെന്നുള്ളത് ഗൗരിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സൂര്യ ഇപ്പോ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം എല്ലാ കാര്യങ്ങളും അർജുൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അത് പെടുന്നുള്ളത് അവനക്ക് അറിയായിരുന്നു. ദേഷ്യം വന്ന ഗൗരിയും അവിടെ നിന്ന് എന്തോ കാരണം പറഞ്ഞിരുന്നിട്ട് പോകുന്നുണ്ട്. അവൾ ഇത്രയും ചീപ്പായ ഒരാളുടെ ബുക്ക് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അതെടുത്ത് വെള്ളത്തിലേക്ക് എറിയാണ്. ആ ഒരു സൗണ്ട് കേട്ട് അർജുനും സൂര്യ അവിടേക്ക് വരുന്നുണ്ട്. ദിവ്യ അപ്പൊ അതറിയാതെ നിലത്ത് വീണ് പോയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യക്ക് മനസ്സിലാവുന്നുണ്ട് അവനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവൾ അത് ചെയ്തതെന്ന്. നനഞ്ഞ ആ ഒരു ബുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് അർജുൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അത് പെട്ടെന്ന് കത്തിപ്പോകുന്നുണ്ട്. അത് കിടത്താനായിട്ട് അർജുൻ എന്തോ എടുക്കാനായി മുകളിലേക്ക് പോവാണ്. ഈ സമയത്ത് സൂര്യൻ ഗൗരിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ ചെയ്തതിനൊക്കെ സോറി, നീ എന്നോടൊന്ന് ക്ഷമിക്കുന്ന
പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ആ ഒരു ലെറ്റർ ആ തീയിലിട്ട് അവൻ കത്തിച്ചു കളയുന്നുണ്ട്. അർജുനോട് എല്ലാം തുറന്ന് പറയാന്ന് വിചാരിച്ച് എഴുതി ആ ഒരു ലെറ്ററും കത്തിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഗൗരി ഇരിക്കുന്നുണ്ട്. സൂര്യ അവളോട് ഒരുപാട് സോറി പറഞ്ഞതുകൊണ്ട് തന്നെ അവനോടുള്ള ദേഷ്യം കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ ഒരു ദേഷ്യം കുറഞ്ഞ് അത് ഇഷ്ടമായിട്ട് മാറാനായിട്ട് തുടങ്ങാണ്. അർജുൻ ഇപ്പൊ അവിടേക്ക് വന്ന സമയത്ത് സൂര്യ ഗൗരി നീയും തമ്മിലുള്ള ആ ഒരു ലവ് സ്റ്റോറി പറയാനായിട്ട് പറയാണ്. ആക്ച്വലി ഇവര് തമ്മിൽ ലവ് ചെയ്തിട്ടൊന്നും മാരേജ് ചെയ്തതല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. ഇത് കേട്ട സൂര്യക്കാകെ അത്ഭുതമാണ്. കാരണം ഗൗരിയെ പോലെ ഒരു പെൺകുട്ടി ആദ്യം കാണുന്ന ഒരാളെ കല്യാണം കഴിക്കാനൊക്കെ തയ്യാറാകാന്ന് പറഞ്ഞത് അവൻക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വലിയ കുഴപ്പത്തിലാവുന്നുണ്ട്. സൂര്യയോട് അർജുനും നിനക്കൊപ്പോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയവും ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അവനപ്പോ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കഥ പറയാനായിട്ട് തുടങ്ങാണ്. ആ ഒരു പെണ്ണിന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്നും പറയാണ്. ആക്ച്വലി അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൗരിയും സൂര്യയും തമ്മിലുള്ള ആ ഒരു പ്രണയമായിരുന്നു. ഇത് പാവ അർജുന അറിയില്ലായിരുന്നു. അത് കേട്ട് ഗൗരി കുറച്ചുകൂടി ഇംപ്രസ് ആകുന്നുണ്ട്. തന്നെ ഇവൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട്. അവർ ഇത്രയും നേരം മദ്യമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മദ്യമിച്ചതൊക്കെ മതി, ഇനി നമുക്ക് കുറച്ച് കഞ്ചാവ് അടിച്ചാലോ എന്ന് സൂര്യ ചോദിക്കുകയാണ്. എന്നിട്ട് അവര് 3 പേരും കൂടി ഇരുന്ന് കഞ്ചാവ് അടിക്കുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ ഏറ്റവും വലിയ ബാഡ് ഹാബിറ്റ് ആയിരുന്നു ഈ ഒരു കഞ്ചാവ് അടിക്കുന്ന ശീലം. ഗൗരിയും സൂര്യയും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് രണ്ടുപേരും ഈ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിട്ടാണ് പോയത്. അന്നും ഇവര് ഇതുപോലെ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗെയിം കളിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ട്രൂത്ത് ഓർ ഡയർ ഗെയിം. അവരുടെ കയ്യിൽ ആ ഒരു ഗോൾഫ് ബോൾ ഉണ്ടായിരുന്നല്ലോ, അതൊരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റണം. അങ്ങനെ ജയിക്കുന്ന ആള് പറയുന്നത് തോൽക്കുന്ന ആള് ചെയ്യണം. ഫസ്റ്റ് ടൈം സൂര്യ കറക്റ്റ് ആയിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ബോൾ ഇടുന്നുണ്ട്. ഈ സമയം അർജുനോട് ട്രൂത്ത് പറയാണ്. അവനും അവനെ പറ്റിയുള്ള ഒരു ട്രൂത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ വട്ടവും ഇതുപോലെ തന്നെ സൂര്യയാണ് കറക്റ്റ് ആയിട്ട് അടിച്ചിട്ടത്. പക്ഷെ 2-3 പ്രാവശ്യം നമ്മുടെ ഹീറോ ആയിട്ടുള്ള അർജുൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അടിച്ചിടാനായിട്ട്. പക്ഷെ ആ ഒരു ഗ്ലാസ്സിലേക്ക് ബോൾ ഇടാനായിട്ട് അവനക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സൂര്യ വീണ്ടും ഗ്ലാസിനുള്ളിൽ ബോൾ ഇടുന്നുണ്ട്. അതിന് അവൻ ഡയറാണ് പറയുന്നത്. അർജുനോട് ചുമരിനെ 3 മിനിറ്റ് നിർത്താതെ ഉമ്മ വെക്കാനായിട്ട് സൂര്യ ആവശ്യപ്പെടാണ്. അർജുനും അത് ഡയറായ ഏറ്റെടുത്ത് മതിലിനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ട് ഒരു ഭാര്യയായിട്ടുള്ള ഗൗരിക്ക് സഹിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അർജുനെ തള്ളിയിടുന്നുണ്ട്. ഇപ്പൊ വാശിയേറിയ അർജുനാന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും ആ ഒരു ഗ്ലാസിനുള്ളിൽ ആ ബോൾ അടിച്ചിടണം എന്ന് കരുതിക്കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നുണ്ടെങ്കിലോ ആ ഒരു ബോള് ജനല് പൊട്ടിച്ച് പുറത്തേക്ക് പോവാണ്. ഗൗരി ഇപ്പൊ അർജുന്റെ പാട് കണ്ടിട്ട് ഇതൊക്കെ അവസാനിപ്പിച്ച് കിടന്നുറങ്ങാന്ന് പറയുന്നുണ്ടെങ്കിലും അവനക്ക് ഭയങ്കര വാശിയായിരുന്നു. ഇപ്പൊ അവര് 3 പേരും ആ ഒരു ഹാളിൽ കിടക്കുന്ന സമയത്ത് ഗൗരി അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള റാഞ്ചിനിയുടെ സിസ്റ്ററിൽ ആ ഒരു പെണ്ണ് മരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരു മെഡിക്കൽ എക്സാമിന് പോകുന്ന സമയത്താണ് ആക്സിഡന്റ് പറ്റി ആ ഒരു പെൺകുട്ടി മരിച്ചു പോയത്. അത് അവളുടെ വിധിയാണെന്നും പറയുന്നുണ്ട്. അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്ന സമയം സൂര്യയും ഗൗരിയും ഒറ്റക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമില് സൂര്യ ഗൗരിയോട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അർജുന്റെ കൂടെ സന്തോഷമായിട്ടല്ല ഉള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, അർജുനെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ വന്ന് ജീവിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയാണ്. ആ സമയത്താണ് ഗൗരി ഒരു വലിയ സത്യം പറയുന്നത്. ആക്ച്വലി അവള് അർജുൻ കല്യാണം കഴിച്ചത് അവളുടെ ഇഷ്ടത്തോടു കൂടി ആയിരുന്നില്ല. സൂര്യയുടെ ഫ്രണ്ട് ആയിരുന്നു അർജുൻ എന്ന് അവൾക്ക് അറിയായിരുന്നു. അങ്ങനെ സൂര്യനെ കുശുമ്പ് കയറ്റാൻ വേണ്ടി മാത്രമാണ് അവൾ അർജുനെ കല്യാണം കഴിച്ചത്. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഗൗരിയും സൂര്യയും അവിടെ നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവര് തമ്മിൽ കിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സൂര്യക്ക് അവന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ ആ ഒരു കാവ്യയുടെ കോള് വരുന്നുണ്ട്. അവൻ ആ ഒരു ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടായിരുന്നു ഒരു സൈഡായിട്ട്. അതുപോലെ തുടർന്ന് കൊണ്ടുപോകാനാണ് ഗൗരിയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഗൗരിയും അവന്റെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിന് ശേഷമെങ്കിലും അർജുനോട് സത്യസന്ധമായി ഇരിക്കണമെന്ന് ഗൗരി തീരുമാനിക്കുകയാണ്. അർജുൻ അവിടെയൊക്കെ വന്നിട്ട് രണ്ടുപേരെ എന്തെടുക്കാന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ജനാല വഴി വലിച്ചെറിഞ്ഞ ആ ഒരു ബോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗൗരി പറയുന്നത്. അർജുൻ ഈ സമയം ഗൗരിയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. അവൻക്ക് എന്തോ അവളോട് ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഗൗരിക്ക് അതിലൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. നീ പോയി കിടന്നോ, ഞാൻ ബോൾ നോക്കിയിട്ട് വരാന്നാണ് പറയുന്നത്. അർജുൻ ഇപ്പൊ അവളുടെ കൂടെ നിന്ന് ആ ഒരു ബോൾ തപ്പി അവന്റെ കയ്യിൽ ആ ഒരു ബോൾ കിട്ടുന്നുണ്ട്. ഇനിയെങ്കിലും വാന്ന് പറയുമ്പോ അവള് നീ ഒന്ന് പോ, ഞാൻ വന്നോളാന്ന് പറഞ്ഞ് അർജുനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. അവനും ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. കഥ കേട്ടുകൊണ്ടിരിക്കുന്ന റാഞ്ചിനി ഗൗരിയോട് പിന്നീട് അർജുൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാണ്. ഗൗരി ഞാനാണ് എന്റെ അർജുനെ കൊന്നതെന്നും പറഞ്ഞ് അവളുടെ കൈ മുറിക്കുന്നുണ്ട്. ഈ സമയത്ത് റാഞ്ചിനി വന്ന് അവളുടെ കൈയെല്ലാം കെട്ടിക്കൊടുത്ത് അവള് നോർമൽ ആയതിനു ശേഷം വീണ്ടും കഥ തുടരാണ്. സഹായം വളർത്തുന്ന ആ ഒരു ബട്ടർഫ്ലൈ ഇല്ലേ, അതിന് ആ ഒരു കുപ്പിയിൽ നിന്ന് തുടർന്നു വിടുന്നുണ്ട്. ഇനി അതിനൊരു പുതിയ ജീവിതം എന്നുള്ള ആ ഒരു മട്ടില് ഗൗരി ഇപ്പൊ ഹീറോനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനായിട്ടൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട്. ആ സമയത്ത് അവന്റെ മനസ്സ് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാണ്. കൂടെ സൂര്യയും പോകുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഒരു മലമുകളിൽ ചെന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു സാമി പെണ്ണുണ്ട്. കൈയൊക്കെ നോക്കുന്ന ഒരു പെണ്ണാണ്. ആ ഒരു പെണ്ണ് പറയുന്ന കാര്യങ്ങളെല്ലാം
മിത്ത് പോലെ നടക്കുന്നല്ല അർജുൻ അറിഞ്ഞോണ്ട് തന്നെ അവന്റെ കൈ നോക്കാനായിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. ആ ഒരു സ്വാമി പെണ്ണും അവന്റെ കൈ നോക്കിയതിനു ശേഷം കഴിഞ്ഞ ആടിക്ക് ശേഷം നിന്റെ ജീവിതം ആകെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് മരണം വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നെല്ലാം പറയാണ്. ഇതിനെന്തെങ്കിലും പോംവഴി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പൂജ ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. അർജുൻ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഗൗരിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഗൗരിക്ക് ഇതിലൊന്നും ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അർജുൻ അവളെ കൺവിൻസ് ചെയ്യാൻ പരിഹാര പൂജകളെല്ലാം ചെയ്യാൻ വേണ്ടി സമ്മതം വാങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. ഗൗരി അപ്പോ എനിക്ക് ആ ഒരു സ്ത്രീയെ കാണണം, അതിനുശേഷം ഞാൻ തീരുമാനം പറയാന്ന് പറയാണ്. അർജുൻ അതിന് സമ്മതിക്കാണ്. ഇപ്പൊ സൂര്യയും ഗൗരിയും കൂടി കാറെടുത്ത് ആ ഒരു സ്ത്രീയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അർജുൻ ആ സമയം വീട്ടില് ഒറ്റക്കായിരുന്നു. അവന് പസിൽസ് എല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിലൊരു പസിൽ മാത്രം കാണാനില്ല, ബാക്കി എല്ലാം അവൻ അത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു താജ്മഹൽ ആയിരുന്നു. അവൻ ആ ഒരു പസിൽ പീസ് നോക്കുന്ന സമയത്ത് സൂര്യയുടെ ഗിത്താറിന്റെ കവറിൽ നിന്ന് അവൻക്ക് ഒരു ലോഗോ കിട്ടുന്നുണ്ട്. ആ ഒരു ലോഗോ തന്നെയാണ് സെയിം ഗൗരിയുടെ ബുക്കിൽ ഉണ്ടായിരുന്നതെന്നും അർജുന് മനസ്സിലാവുന്നുണ്ട്. വേസ്റ്റ് ബെന്നിലിട്ട് ആ ഒരു ബുക്ക് എടുത്ത് അർജുൻ നോക്കുന്നുണ്ട്. അതില് താങ്ക്സ് ഫോർ ദാറ്റ് ഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അത് കണ്ട അർജുന് ഗൗരിയും തമ്മിൽ മുന്നേ തന്നെ പരിചയം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ദേഷ്യത്തോടുകൂടി ഗൗരി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അർജുൻ. ഗൗരി വന്ന സമയത്ത് തന്നെ ആ ഒരു ബുക്ക് കാട്ടിക്കൊണ്ട് നീയും സൂര്യൻ തമ്മിൽ എന്താണ് ബന്ധമെന്ന് അവൻ അവളോട് ചോദിക്കാണ്. അവളോ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാനിരിക്കായിരുന്നു, ഞാൻ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറയാണ്. ആ പേപ്പർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ഓൾറെഡി കത്തിച്ചു കളഞ്ഞല്ലോ. പക്ഷെ അർജുൻ ഇതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അർജുനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഗൗരി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അവള് പറയാണ് സൂര്യ ഇന്നലെ കൂടെ എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി, അവൻ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു എന്നെല്ലാം പറയാണ്. പക്ഷെ എനിക്ക് നിന്റെ കൂടെയാണ് ജീവിക്കേണ്ട അർജുൻ എന്ന് പറയാണ്. ഇത് കേട്ടാ സൂര്യക്ക് എത്ര കങ്ങട് പിടിച്ചില്ല. അവനപ്പോ ഇന്നലെ നമ്മ കിസ് ചെയ്ത കാര്യം എന്താ അവനോട് പറയാത്തതെന്ന് ചോദിക്കാണ്. ഇത് കേട്ട അർജുനും വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഗൗരി അപ്പോ നീ എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ പറയുന്നതെന്ന് ദേഷ്യത്തോടുകൂടി ചോദിക്കാണ്. അർജുൻ ഇപ്പൊ ദേഷ്യം വന്നോണ്ട് തന്നെ അവിടെ നിന്ന് സൂര്യയുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഗൗരി ഇപ്പൊ ദേഷ്യത്തോടുകൂടി സൂര്യ ഒരുപാട് അടിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെന്നെല്ലാം ചോദിക്കാണ്. എന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് സൂര്യയുടെ മേത്ത് കയറിയാണ്. അതിനിടയിൽ ആ ഒരു ബോൾ കൊടുത്ത് അവളെ എറിയുന്നുണ്ട്. അത് ജനൽ വഴി പുറത്തേക്ക് പോവാണ്. ആ ഒരു ബോൾ എടുക്കാനായിട്ട് ഗൗരി അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അത് റോട്ടിലൂടെ പോവാണ്. ഈ സമയം ബൈക്കിൽ വന്ന അർജുനും ആ ഒരു ബോൾ ശ്രദ്ധിക്കാതെ ആ ബോളിന്റെ മേലിലായിട്ട് ബൈക്ക് കയറ്റി ആ ഒരു ബൈക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. ആ ഒരു സ്പോട്ടിൽ തന്നെ അർജുൻ മരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഗൗരി അവളുടെ കൈ കൊണ്ടാണ് അർജുൻ മരിച്ചതെന്ന് പറയുന്നത്. ഈ കഥകളെല്ലാം കേട്ട് രാജിനി നീ ഒരിക്കലും ഇതിൽ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഗൗരി അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഇവളുടെ ഈ ഒരു സ്വഭാവം മാറാനായിട്ട് എന്തായാലും ഇനിയിപ്പോ ആ ഒരു സംഭവങ്ങളെല്ലാം നടന്ന ഗസ്റ്റ് ഹൗസിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് രാജിനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ട്. അവിടെ സഹായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഗൗരിക്ക് ആ ഒരു സാമി പെണ്ണിനെ കാണണമെന്ന് പറയാണ്. കാരണം അവള് പറഞ്ഞ പോലെ തന്നെ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ആ ഒരു പെണ്ണ് പറയുന്നതെല്ലാം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഗൗരി ആ സ്ഥലത്ത് പോയി നോക്കുമ്പോ അവിടെ ആ ഒരു പെണ്ണ് ഉണ്ടായിരുന്നില്ല. അവള് സ്ഥലം മാറിയിരുന്നു. അതും അർജുന്റെ മരണത്തിന് ശേഷമാണ് അവൾ ആ ഒരു സ്ഥലം മാറിയിട്ടുള്ളത്. ഇപ്പൊ ഒരു മലമുകളിലാണ് അവൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗൗരി അവിടേക്ക് പോകുന്നുണ്ട്. അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അർജുന്റെ മരണത്തിന് ശേഷം ഈ ഒരു പെണ്ണ് കൈ നോക്കുന്നതെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു പെണ്ണ് പറയുന്നത് ആക്ച്വലി അവൾക്ക് ശരിക്കും കൈ നോക്കാനൊന്നും അറിയില്ല, അവൾ വായി തോന്നിയത് പറയുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞ കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് കുറ്റബോധത്തിലായിരുന്നു ആ ഒരു പെണ്ണ്. ഒരാളുടെ ജീവൻ എടുക്കാനോ ഒരാൾക്ക് അവകാശം ഇല്ലാന്നും അതെല്ലാം ദൈവം നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച പോലെ നടക്കുന്നല്ല ഒരു പെണ്ണ് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഗൗരിക്കും താൻ കാരണമല്ല തന്റെ ഭർത്താവായിട്ടുള്ള അർജുൻ മരിച്ചു പോയത് എന്നുള്ള ഒരു ബോധം വരാണ്. അത് ദൈവം നിശ്ചയിച്ച കാര്യമായിരുന്നു. അന്ന് ഗൗരി അവളുടെ ചെയ്ത കുറ്റങ്ങളെല്ലാം അർജുനോട് ഏറ്റു പറഞ്ഞിരുന്നു. അത് സഹിക്കാൻ പറ്റാത്ത അർജുൻ ദേഷ്യത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ ഒരു ബോൾ തട്ടിയിട്ടാണ് അവൻ മരിച്ചു പോയതും. അല്ലാതെ ഇതിൽ ഗൗരിക്ക് യാതൊരു പങ്കും ഇല്ലാന്ന് അവള് മനസ്സിലാക്കുന്നുണ്ട്. അത് രാജിനി കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാപ്പിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ റാഞ്ചിനിയുടെ അനിയത്തി ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ എക്സാമിന് പോകുന്നതിന് മുമ്പ് അനിയത്തി റാഞ്ചിനിയോട് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിരുന്നു. എന്നാൽ റാഞ്ചിനിക്ക് അമ്പലത്തിലൊന്നും പോകുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവള് കൂടെ പോയില്ല. ഞാൻ അമ്പലത്തിൽ പോയിരുന്നെങ്കിൽ എന്റെ അനിയത്തി രക്ഷപ്പെട്ടേനെ എന്ന് ഞാൻ ചിന്തിക്കുന്നതും എന്റെ അനിയത്തിയുടെ മരണത്തിന് കാരണം ഞാനാണ് എന്ന് ചിന്തിക്കുന്നതും വലിയ പൊട്ടത്തരാണ്. അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവം നിശ്ചയിച്ചത് നിശ്ചയിച്ച സമയത്ത് നടക്കുക തന്നെ ചെയ്യും. ആ ഒരു സത്യം ഗൗരിയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അർജുന്റെ ലൈഫിൽ ആ ഒരു ബോൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് സ്ലോ മോഷനിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. ആക്ച്വലി അർജുൻ തന്നെയാണ് ആ ഒരു ബോൾ തട്ടി പുറത്തേക്ക് വരുത്തിയത്. അവൻ തന്നെയാണ് അത് കീപ്പ് ചെയ്തിരുന്നത്. പിന്നീട് ആ ഒരു ബോൾ പാസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവസാനം ആ ഒരു ബോൾ തട്ടി തന്നെ അർജുൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അർജുൻ തന്നെ എല്ലാവരുടെ മരണത്തിന് ഉത്തരവാദി. ഗൗരിക്ക് ഇതിൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? പിന്നീട് ഒരു 3
മാസം കഴിഞ്ഞ് ഗൗരി മെന്റലി ഓക്കെ ആവുന്നുണ്ട്. അവൾ ഒരു കടൽ നോക്കി ആസ്വദിക്കുന്ന സമയത്ത് അവളുടെ അടുത്തൊരു ബോൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി വന്ന് അത് എടുത്തു തരാനായിട്ട് പറയുന്നുണ്ട്. അവൾ ഒരു കുഴപ്പമില്ലാതെ ആ ഒരു ബോൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിൽ എന്തെങ്കിലും തീം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂവി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. കൂടെ വരുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.